നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നീർവാളത്തെയാണ്, അഥവാ നന്നിക്കുരു. എല്ലാ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും ഇത് ധാരാളമായി വളരുന്നു. ഇന്ത്യയിലെ തോട്ടങ്ങളിലും ഇത് വളർത്താറുണ്ട്. ഇത് ഉപവൃക്ഷത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. യൂഫോബേസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്രോട്ടൺ ടിഗ്ലിയം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ജയപാല, സാരകം എന്നെല്ലാം വിളിക്കുന്നു. അതിസാരം അഥവാ വയറിളക്കത്തെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് സാരകം എന്ന സംസ്കൃതത്തിൽ പേര് വന്നിരിക്കുന്നത്. എന്നും പച്ച നിറത്തിൽ കാണുന്ന ഈ സസ്യത്തിന് ഏതാണ്ട് 2 മുതൽ 4 മീറ്റർ വരെയാണ് ഉയരം വരിക. ഇതിൻ്റെ ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഈ ഇലകളിൽ ഞരമ്പുകൾ വളരെ തെളിഞ്ഞാണ് കാണാറുള്ളത്. ഇലകൾക്ക് ഏകദേശം 17 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. അവ അണ്ഡാകൃതിയാണ്. അറ്റം ദന്തുരമാണ്. പാകമാകുമ്പോൾ ഇവ അരോമിലമാണ്. പുഷ്പങ്ങൾക്ക് പച്ച നിറമാണ്. ഫലങ്ങൾ 2 മുതൽ 2.5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ക്യാപ്സ്യൂളുകളാണ്. ഇതിന് പ്രത്യേകം ഗന്ധമില്ല, എന്നാൽ ത്രിപാളിതവുമാണ്. ഇതിൻ്റെ വിത്തുകൾ അല്പം ചുരുങ്ങിയും കടും തവിട്ട് നിറത്തോട് കൂടിയതും ഉയർന്ന 8 വരകളുള്ളതുമാണ്. ഇതിൻ്റെ വിത്തിനുള്ളിലെ പരിപ്പ് എണ്ണയടങ്ങിയതാണ്. അത് ആവണക്കിൻ കുരുവിനോട് സാദൃശ്യമുള്ളതാണ്. നീർവാളക്കുരുവിൻ്റെ എണ്ണയിൽ സ്റ്റിയറിക് അമ്ലം, പാമിറ്റിക് അമ്ലം, വാലറേറ്റ് അമ്ലം, ഗ്ലൈക്കോസൈഡ്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇതിലെ ക്രോട്ടൺ ആൽബുമിൻ, ക്രോട്ടൺ ഗ്ലോബുലിൻ എന്നിവയാണ് വിഷഹരമായ പദാർത്ഥങ്ങൾ. കായ, വേര്, ഇല, കാണ്ഡം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. നീർവാളക്കുരു തൊലി കളഞ്ഞ് പാലിലോ ചാണകനീരിലോ ഇട്ട് 3 മണിക്കൂറോളം പുഴുങ്ങിയാൽ ഇത് ശുദ്ധിയാവും. ഇവ വിരേചനത്തിനാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. നീർവാളം അല്ലെങ്കിൽ ക്രോട്ടൺ ടിഗ്ലി എന്ന് പറയും. ഈ നീർവാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ആയുർവേദത്തിൽ വിരേചന ഔഷധമാണ്. വയറിളക്കാനുള്ള മിക്ക എല്ലാ ഔഷധത്തിലും ചേരുന്ന ഒരു ഔഷധമാണ് നീർവാളം. പക്ഷേ ഇതിൻ്റെ ഒരു ഉപയോഗത്തിനോടൊപ്പം തന്നെ ഇതിന് ഭയങ്കര ടോക്സിക്കാണ്. അധികം ഇത് ചെന്ന് കഴിഞ്ഞാൽ കുടലിൽ ആ മ്യൂക്കസ് മെമ്പറി മുഴുവൻ പോയിട്ട് പുണ്ണായിട്ട് മാറും. അതുകൊണ്ട് ഈ നീർവാളം ചേർത്ത ഇപ്പോൾ ബാലശോധനി, ഇതിലെല്ലാം ചേരുന്ന ഒരു ഔഷധമാണ് ഈ നീർവാളം. അതുകൊണ്ട് കുട്ടികൾക്ക് ഈ ഔഷധം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ മാത്രമേ കൊടുക്കാൻ പാടും. അഥവാ ഇത് കഴിച്ചിട്ട് ചുട്ടുനീറ്റിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേഗം തന്നെ കുറച്ച് പശു നെയ്യ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയും. അപ്പോൾ വിരേചനത്തിനായിട്ടും പിന്നെ ഛർദ്ദിപ്പിക്കാനായിട്ടും ഔഷധമായിട്ടാണ് ഇത് ഈ ഔഷധം കൊടുക്കുന്നത്. ഒറ്റമൂലിയായിട്ടോ അല്ലെങ്കിൽ ഈ അധികം അല്പമായ രോഗത്തിൽ ഇതിൻ്റെ പ്രയോഗം നിഷിദ്ധമാണെന്നാണ് ശരിക്കും പറയുക. പിന്നെ പ്രയോഗിക്കുന്നത് ഈ മുട്ടിൽ നീരുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ആ കുരു അരച്ച് വേണമെങ്കിൽ ലേപനം ചെയ്ത് ആ നീര് വലിച്ചെടുത്ത് നീര് കുറച്ച് കുറയും. പക്ഷേ എങ്കിലും നീർവാളം ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടൂ.